ഞാൻ മുഅ്മിനാണോ മുനാഫിഖാണോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുവോ? ഞാൻ ഹൃദയത്തിൽ വിശ്വാസം സൂക്ഷിക്കുന്ന യഥാർത്ഥ ഒരു മുഅ്മിനാണോ അതല്ല കപട വിശ്വാസിയാണോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ഒരു സാധുവായ ഒരു മനുഷ്യന് ചോദിക്കുമ്പോൾ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് മറുപടി കൊടുക്കുന്നത് രണ്ട് ചോദ്യങ്ങളിലൂടെയാ. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു ചോദ്യം ഒന്നാമത് ചോദിച്ചത് എന്താണെന്നറിയോ? തുസല്ലി ഇദാ ഖലൗത, ആരുമില്ലാത്ത സമയത്ത് നീ നമസ്കരിക്കാറുണ്ടോ? ആരുമില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ, ഒരു മനുഷ്യനും നിന്നെ കാണുന്നില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത സമയമാകുമ്പോ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുണ്ടോ സഹോദരാ? നിന്റെ ശിരസ് നീ നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദരാ? ആ മനുഷ്യൻ പറഞ്ഞു, നഅമതേ, നമസ്കരിച്ചിട്ടുണ്ട്. ആരുമില്ലാത്തപ്പോൾ, ആരും കാണാത്തപ്പോൾ, ആരും അറിയാത്തപ്പോൾ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് ഹുദൈഫത്തുൽ യമാൻ തങ്ങളോട് പറയുമ്പോ രണ്ടാമത് ചോദിക്കുകയാണ്, നീ ഏതെങ്കിലും ഒരു പാപമൊന്ന് ചെയ്തു പോയാൽ നീ പാപം ചെയ്യാതിരുന്നോ എന്നല്ല ചോദിച്ചത്. പിന്നെയോ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് ഏതെങ്കിലും ഒരു ശൈത്താൻ നിന്നെ പിടികൂടുന്ന സമയത്ത്, നിന്റെ ശരീരയിച്ച നിന്നെ പിടികൂടുന്ന സമയത്ത്, പൊന്നുമോനെ, നീ ഏതെങ്കിലും ഒരു പാപം ചെയ്യുമല്ലോ. ആ പാപം ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടോ? പടച്ചവനോട് പൊറുക്കലിന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, നഅമതേ, ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത് എന്തെന്നറിയോ? എന്നാൽ ഇദ്ഹബ് ഫമാ ജഅലകല്ലാഹു മുനാഫിഖാ, എന്നാൽ സഹോദരാ നീ പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ, നീ ഒരു മുനാഫിക്കല്ല. അല്ലാഹു നിന്നെ ഒരു മുനാഫിക്കാക്കിയിട്ടില്ല. അല്ലാഹു നിന്നെ ഒരു മുനാഫിക്കാക്കിയിട്ടില്ല. ആരും കാണാതെ നമസ്കരിക്കാനും മനസ്സ് കാണിച്ച സഹോദരാ, അല്ലാഹുവിന്റെ മുമ്പിൽ നീ ഒരു തെറ്റ് ചെയ്തപ്പോ ആരാരും അറിയാത്ത തെറ്റിന്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇടയപ്പിന്റെ ഭിത്തികൾ മുഴുവൻ പൊട്ടിപ്പോകുമാറ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അല്ലാഹുവിലേക്ക് നീ മടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഫമാ ജഅലകല്ലാഹു മുനാഫിഖാ, അല്ലാഹു നിന്നെ മുനാഫിക്കാക്കിയിട്ടില്ല, പൊയ്ക്കോളാൻ പറയുമ്പോ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് നോക്കുകയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക്. ആ സമയത്ത് ഹുദൈഫത്തുൽ യമാൻ തങ്ങൾ ഓതിക്കൊടുത്ത ആയത്ത് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിലെ പരിവർത്തനത്തിന്റെ പടകുത്തുനി മുഴക്കിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോടിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയായ ഹിറാഗുഗ്രത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അതിൽ സൂറത്തുൻ നിസാ എന്ന സ്ത്രീകളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ കഥ പറയുന്ന സൂറത്തുൻ നിസാഇന്റെ 142ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. തന്റെ മുഖത്തേക്ക് സംബീതനായി നോക്കി നിൽക്കുന്ന, പരിഭ്രമചിത്തനായി നോക്കി നിൽക്കുന്ന, വിഷാദവിഷണ്ണനായി നോക്കി നിൽക്കുന്ന മഹാനായ മനുഷ്യനോട് ഹുദൈഫത്തുൽ യമാൻ തങ്ങൾ ഓതിക്കൊടുക്കുകയാ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا. സൂറത്തുൻ നിസാഇന്റെ 142ാമത്തെ ആയത്ത് ഓതിക്കൊടുത്തിട്ട് അർത്ഥം എന്താണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കപട വിശ്വാസികൾ ആരെന്നറിയോ? ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കാപട്യം നിറച്ചു വെച്ചിട്ട് ഞാനൊരു വിശ്വാസിയാണെന്ന് ധരിപ്പിച്ച് എവിടെ കാണുമ്പോഴും അവിടെ കാണുന്നവനെ, കണ്ണിൽ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന കപട വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായി ആ മനുഷ്യനെ അല്ലാഹു പരിചയപ്പെടുത്തിയത്. അല്ലാഹു പറയുകയാണ്, യുഖാദിഊന അല്ലാഹ്, അവൻ അല്ലാഹുവിനെ
വഞ്ചിക്കുകയാ, അവൻ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ്. പക്ഷേ തെറ്റ് പറ്റിപ്പോയി മോനെ. വഹുവ ഖാദിഉഹും, അല്ലാഹു അവനെയാണ് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ പ്രത്യേകത എന്തെന്നറിയോ? വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. പടച്ചവന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ അവനും അലസനാണ്, അവനും മടിയനാണ്. ആരുടെ മുന്നിലാണ് പൊന്നുമോനെ നീ നിൽക്കുന്നത്? സഖാവ് പിണറായി വിജയന്റെ പോലീസ് നിന്നെ റോട്ടിൽ വെച്ച് കൈ കാണിക്കുമ്പോ നീ ഭയന്ന് വറച്ച് നീ എത്രത്തോളം ഭയപ്പെട്ടു പോകുന്നു? എന്തിന്റെ പേരിലാണ്? ഏതാനും കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്ന നിയമപാലകന്റെ മുമ്പിൽ ചെല്ലുമ്പോ, ഒരു CIയുടെ മുമ്പിൽ ചെല്ലുമ്പോ, ഒരു SIയുടെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോ, അല്ലെങ്കിൽ ഒരു DYSPയുടെ മുമ്പിലേക്ക് നീ കടന്നു പോകുമ്പോ പൊന്നുമോനെ നിന്റെ കാൽമുട്ട് വിറയ്ക്കുന്നത് എന്തുകൊണ്ടാ? ഏതാനും കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്നവന്റെ മുമ്പിൽ ചെല്ലുമ്പോ നീ വല്ലാതെ തളർന്ന് ഭയന്നു പോകുന്നുവെങ്കിൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച അല്ലാ, സർവേശ്വരനായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവലോക സൃഷ്ടിസ്ഥിര സംഹാരകർത്താവായ അള്ളയുണ്ടല്ലോ സഹോദരങ്ങളെ. കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കൊടുനീര് കൊടുക്കുന്ന അല്ലാ, ആ പടച്ചവന്റെ മുമ്പിൽ നീ കൈകെട്ടി നിൽക്കുമ്പോ എങ്ങനെയാണ് പൊന്നുമോനെ എനിക്കും നിങ്ങൾക്കും അലസനാകാൻ കഴിയുക? എങ്ങനെയാണ് മടിയനാകാൻ കഴിയുക? കപട വിശ്വാസിയുടെ ലക്ഷണം അല്ല പറഞ്ഞതെന്താണ്? ഖാമൂ കുസാലാ, അവന് അലസനായിട്ട് അല്ലാന്റെ മുമ്പിൽ നിൽക്കുമെന്നാണ്. രണ്ടാമതല്ല പറയുന്നു യുറാഊനന്നാസ്, അവൻ ആളുകളെ കാണിക്കാൻ പ്രകടന പരതയ്ക്ക് വേണ്ടിയാ നമസ്കരിക്കുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവനാ. ഞാനൊരു വലിയ നിസ്കാരക്കാരനാണെന്ന് ആളുകളെ ധരിച്ചോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് കൈകെട്ടി നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അവിടെയാണ് പൊന്നുമോനെ നമ്മുടെ വിഷയം വരുന്നത്. ആരെയെ കാണിക്കാൻ വേണ്ടി കൈകെട്ടണ്ട. ഒരു മനുഷ്യനും നിന്നെ കാണില്ലെന്ന് ഉറപ്പിക്കുമ്പോ ഇതാ ഖലൗതാന തുസല്ലിയാ, ആരുമില്ലാത്തപ്പോ നീ നിസ്കരിച്ചിട്ടുണ്ടോ? ആരും ശബ്ദിക്കാത്തപ്പോ റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നിട്ടുണ്ടോ? ഓച്ചാനിച്ച് നിന്നിട്ടുണ്ടോ? നമ്രശിരസ്കനായിട്ടുണ്ടോ? എങ്കിലും നീ മുനാഫിക്കല്ല, പൊക്കോളാം പറഞ്ഞിട്ട് ഓടിക്കൊടുത്ത ആയത്താണ് മുനാഫിഖായ മനുഷ്യന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മഹാനവറുകൾ പറയുകയാണ് യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ നമസ്കാരം. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ പരിമിതമായ ഹ്രസ്വമായ സമയത്തല്ലാതെ അവൻ അല്ലാഹനെ ഓർക്കൂല. ആ ഹ്രസ്വമായ സമയം ഏതാണ്? അത് ജനങ്ങൾ നോക്കുന്ന സമയമാണ്. നമുക്ക് വേണ്ടത് ആരും കാണലല്ല. ആരും കാണുമ്പോ നമ്മൾ ചെയ്യുന്ന ഒരുപാട് അമലുകളുണ്ട്. വഅദ് കേൾക്കാൻ വരുന്നതൊക്കെ അതിൽപ്പെട്ടതാണ്. വഅദ് കേൾക്കാൻ പോയി റബ്ബേ നീ എന്റെ കാര്യങ്ങൾ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിക്കാൻ, ചിലപ്പോൾ തള്ളിക്കളയാം. കാരണം ഞാൻ പോയില്ലെങ്കിൽ പിന്നെന്താ? ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് വെക്കുന്ന പരിപാടിയിൽ, ഞങ്ങളുടെ കൺമുമ്പിൽ നടക്കുന്ന പരിപാടിയിൽ ഞങ്ങളൊന്ന് പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന് ചിന്തിച്ചിട്ട് വരുന്നവരായിരിക്കൂലേ ഒരാളെങ്കിലും. അങ്ങനെ വന്നാൽ അത് ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ ഏത് അമലുകൾ ചെയ്യുമ്പോഴും ഒരുപക്ഷെ അതിൽ ലോകമാന്യത കടന്നു വരും. ആ ലോകമാന്യം കടന്നു വരാതെ, പ്രകടന പരത കടന്നു വരാത്ത അമലുകളാണ് സ്വകാര്യ നന്മകൾ. അത് നമുക്ക് ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ കപട വിശ്വാസത്തിന്റെ രഥത്തിലേറിയിട്ട് നരകത്തിലേക്കുള്ള പ്രയാണം നടത്തുന്ന ഏറ്റവും വൃത്തിഹീനനായ ഒരു മനുഷ്യനായി നമ്മൾ എണ്ണപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാത്ത തിന്മകൾ എത്രയോ ഉണ്ട്. നമ്മൾ അതിലാരും പിന്നിലൊന്നുമല്ല. ആരും അറിയാത്ത മൊബൈലെങ്ങാനും വീട്ടിലായി പോണം, നമ്മളറിയാതെ എങ്ങാനും ജംഗ്ഷനിലേക്കൊന്ന് പോകണം. അപ്പോഴാണ് മൊബൈല് വീട്ടിലിരിക്കുന്ന കാര്യം ഓർത്തത്. നമ്മൾ എന്താ ചെയ്യാ? നടന്നു പോകുന്നവൻ ടാക്സി പിടിച്ച് ഓടി വീട്ടിൽ വരും. കാരണം വീട്ടിലിരിക്കുന്ന മൊബൈല് ആരെങ്കിലും എടുത്താലോ? നിസ്സാരമായ ഒരു കാര്യത്തിൽ ഈ ലോക്കില്ലാത്ത ആരുടെ മൊബൈലാണുള്ളത്? ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു മൊബൈൽ ഉള്ളത് ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിന് മാത്രമേ ഉള്ളൂ. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, മെസ്സഞ്ചറും ഇല്ല. പക്ഷെ അൽഹംദുലില്ലാ ഇതിൽ വരുന്നതൊക്കെ അറിയുകയും ചെയ്യും. അതാണ് ഒരു കറാമത്ത്.
വാട്സപ്പ് ഇല്ലാത്ത മുസ്ലിയാരങ്ങൾ കണ്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട നമ്മളെയൊക്കെ നമ്മളാക്കി മാറ്റിയ മഹാനായ ശൈഖുൽ ഹദീസ് കുളപ്പുറം ഉസ്താദ് അവറുകൾക്ക്, ആ ബഹുമാനപ്പെട്ട കുളപ്പുറം ഉസ്താദ് അവറുകൾ വഫാത്താകുന്നതിന് കുറെ നാളുകൾക്ക് മുമ്പ് മഹാനവറുകൾക്ക് വാട്സപ്പ് ഉണ്ട്. ആ വാട്സപ്പിലൂടെയാണ് ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇതൊക്കെ നമുക്ക് തരുന്നത്. പക്ഷേ അതെപ്പോഴും ഓണായി കിടക്കില്ല, അതെപ്പോഴും ഓണായി കിടക്കില്ല. ഏതെങ്കിലും നിർണായക നിമിഷങ്ങളിൽ മാത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ആരും അറിയാതെ, കൂടെ നടക്കുന്നവര് പോലും അറിയാത്ത തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൂടെ നടക്കുന്നവര് പോലും അറിയാത്ത, എന്തിനേറെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രമാകാൻ നമുക്ക് കഴിയില്ല. കഴിയോ? വസ്ത്രം ഏത് നിമിഷവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊരി മാറ്റപ്പെടാം. പക്ഷേ അടുത്ത വസ്ത്രം നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ചതിന് ശേഷമേ നമ്മുടെ ശരീരത്തിൽ നിലവിലുള്ള വസ്ത്രം ഊരി മാറുകയുള്ളൂ. കുളിക്കുമ്പോഴാണല്ലോ നമ്മളൊന്ന് ഡ്രസ്സ് മാറുക. അപ്പോഴും നമ്മൾ തോറത്തെടുത്ത് ഉടുത്തിട്ടാണ് ഉടുത്തിരിക്കുന്ന കൈലി മാറ്റുക. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കൈലി എടുത്ത് ഉടുത്തിട്ടാണ് ഉടുത്തിരിക്കുന്ന തോറത്ത് നമ്മൾ മാറ്റുക. ശരീരത്തോട് ഏത് നിമിഷവും ഒട്ടിക്കിടക്കുന്ന ഒരു വസ്ത്രം, അത് നമ്മുടെ ഭാര്യയോട് അള്ളാഹു ഉപമിച്ചിരിക്കുകയാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഭാര്യക്കറിയാത്ത എന്തെങ്കിലും ഭർത്താവിനുണ്ടോ? ഭർത്താവിനറിയാത്ത എന്തെങ്കിലും ഭാര്യക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഭാര്യ പോലും അറിയാത്ത രഹസ്യം ഭർത്താക്കന്മാർക്കില്ലേ? ഭർത്താവ് അറിയാത്ത രഹസ്യം ഭാര്യമാർക്കില്ലേ? ഇങ്ങനെ സ്വകാര്യ തിന്മകളുടെ കൂമ്പാരമായി ഞാനും നിങ്ങളും മാറുമ്പോ മഹാനായ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇജ്അലൂ ലകും ഖബീഅതൻ മിനൽ അമലി സ്വാലിഹി, നിങ്ങൾക്ക് സാലിഹായ കർമ്മങ്ങളിൽ നിന്ന് വളരെ നിഗൂഢമായ അമലുകൾ ഉണ്ടാകണേ. ഏതുപോലെ കമാ അന്നലക്കും ഖബീഅതൻ മിനൽ അമലി സയ്യി, മോശമായ പ്രവർത്തനങ്ങൾ ആരും അറിയാതെ നിങ്ങൾക്ക് ഉണ്ടായതുപോലെ. സുബൈർ ബിനുൽ അവ്വാം ഏത് കാലഘട്ടത്തിലാണ്? പാളയം പള്ളിയിലെ ഇമാമല്ല എങ്കിൽ പറയാം, ഇപ്പോഴാണെന്ന് പറയാം, ഈ വാട്സപ്പ് വന്നതിന് ശേഷം എന്ന് പറയാം. ഡൽഹി ഇമാമാണോ? സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു താബീങ്ങളിലെ ഏറ്റവും പ്രമുഖനാണ്. സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുകയാണ്, 2-ാം നൂറ്റാണ്ടുകാരനാണ്. മഹാനവറുകൾ പറയുകയാണ്, ഇജ്അലൂ ലകും ഖബീഅതൻ മിനൽ അമലി സാലിഹി, നിങ്ങൾക്ക് സ്വകാര്യ നന്മകൾ ഉണ്ടാകണം. ഏതുപോലെ? കമാ അന്നലകും ഖബീഅതൻ മിനൽ അമലി സയ്യി, സ്വകാര്യ തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ. 2-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടത്തിന്റെ കഥ പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1400 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1 സഹസ്രാബ്ദവും 4 നൂറ്റാണ്ട് 9 പതിറ്റാണ്ട് 7 വർഷവും പൂർത്തിയായ പുണ്യഭൂമാൻ ഈ ലോകത്തേക്ക് കടന്നു വന്ന് ഈ ലോകത്ത് പൂജാതരായിട്ട് 1497ാമത് ജന്മസുദിനമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ആഘോഷിച്ചത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കല്ലൂരിലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ആരും അറിയാതെ നമുക്കുണ്ടാകുന്ന തിന്മകൾ പോലെ അല്ല, അതൊരു സാമ്പിള് പറഞ്ഞതാണ്. അത് നമുക്കുണ്ടാകേണ്ടതിനൊരു മിസാല് പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്താണ്? ആരും അറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, വാപ്പയറിയാതെ, ഉമ്മയറിയാതെ, ഒരു മനുഷ്യരോട് പറയാതെ ഞാനും എന്റെ അല്ലാ, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന അല്ലാ, എന്റെ ഹൃദയത്തിന്റെ ചലനമറിയുന്ന അല്ലാ, ആ പടച്ചതമ്പുരാൻ മാത്രമറിയുന്ന ഒരു അമൽ എന്റെ ജീവിതത്തിൽ വേണമെന്ന് ചിന്തിക്കുമ്പോ, സഹോദരങ്ങളെ, തിന്മയുടെ കാര്യം പറയുമ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ഒരവസരത്തിൽ പറയുകയാണ്, ഒരു പക്ഷേ പറഞ്ഞത് 2022 ഒക്ടോബർ മാസം 19-ാം തീയതി, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അല്ല, ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാൻ വെമ്പൽ കൊള്ളുന്ന അത്യാഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലഅലമന്ന
ലഅഅലമന്ന അറിയുമല്ലോ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരായ ഉസ്താദുമാർക്കറിയാ. എന്നാൽ സാധാരണക്കാർക്ക് വേണ്ടി എന്റെ സഹോദരിമാർക്ക് വേണ്ടി പറയുകയാണ്. ലഅഅലമന്ന എന്ന് പറയുന്നതിൽ അള്ളാന്റെ ഹബീബ് ചേർത്ത രണ്ട് അധിക അക്ഷരങ്ങളുണ്ട്. ഒന്ന് ആദ്യത്തെ ലായാണ്, അവസാനത്തെ നൂനാണ്, തഅ്കീദിന്റെ നൂനാണ്. എന്ന് പറഞ്ഞാൽ ലഅഅലമന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം നിസ്സംശയം ഞാൻ അറിയുന്നു. അഖ്വാമൻ ചില ആളുകളെ പറ്റി മിൻ ഉമ്മത്തി, അവർ തോറ എന്ന തൗറാത്തിന്റെ ഉടമയായ മൂസാ നബിയുടെ ജനതയാകുന്ന ജൂതന്മാരല്ല, ഈസാ നബിയുടെ അനുയായികളായ ക്രിസ്ത്യാനികളല്ല, സബൂർ എന്ന വേദഗ്രന്ഥം കിട്ട ദാവീദ് എന്ന് പറയുന്ന പ്രവാചകന്റെ അനുയായികളല്ല, ശീസ് നബിയുടെ അനുയായികളല്ല. ആരുടെ അനുയായികളാണ്? മിൻ ഉമ്മത്തി. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, സപ്തവാനങ്ങളെ താണ്ടിയിട്ട് ഏഴാകാശങ്ങൾക്ക് അപ്പുറത്ത് അള്ളാന്റെ ഖുദ്സിന്റെ അടുത്ത് ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളെ മറക്കാത്ത നമ്മുടെ ഹബീബ് പറയുന്ന എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം, എന്റെ സമുദായത്തിൽ കുറെ ആളുകളെ നിശ്ചയമായി ഞാൻ അറിയുന്നുണ്ട്. പർവ്വതത്തിന്റെ അളവോള അമലുമായിട്ട് വരും. നമുക്കെന്ത് തിഹാമ പർവ്വതത്തിന്റെ അമലിരിക്കുന്നു. വെള്ളയാണിക്കല് പാറയുടെ വലിപ്പം ഉണ്ടോ നമ്മുടെ അമലിന്? പിന്നെ തിഹാമ പർവ്വതത്തിന്റെ വലിപ്പം, ഈ വെള്ളാണിക്കൽ പാറയുടെ വലിപ്പമുണ്ടോ പെങ്ങളെ നിങ്ങളുടെ അമലിന്? എന്തിന്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളും മുറ്റത്ത് കളിക്കുന്ന മണ്ണപ്പം, ചുട്ട് കളിക്കുന്ന മണ്ണപ്പമുണ്ടല്ലോ, ആ ചിരട്ടയിൽ മണ്ണെടുത്തിട്ട് കമഴ്ത്തി വെച്ചിട്ട് മണ്ണപ്പം ചുട്ട് കഴിക്കും പോലെ ആ മണ്ണപ്പത്തിന്റെ വലിപ്പത്തിൽ അമൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല. എന്നാൽ റസൂലുള്ളാഹി പറയുകയാണ്, ഒരു സമൂഹം വരാനുണ്ട്. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? സമുദായത്തിന്റെ പ്രത്യേകത എന്താണ്? തിഹാമ പർവ്വതത്തിന്റെ അളവോളം അമലുകളുമാകിട്ടവര് പടച്ചവന്റെ മുന്നിലേക്ക് വരും. പക്ഷേ ഫയജഅലുഹുല്ലാഹു ഹബാഅൻ മൻസൂറാ, അതിനെ അല്ലാഹ് ധൂമധൂളികളാക്കി കളയുമെന്ന്, അപ്പുപ്പൻ താടി പോലെ പറന്ന് കളിക്കുമെന്ന്, അതെല്ലാം ഒരു കുമിള പൊട്ടും പോലെ പൊട്ടിപ്പോകുമെന്ന്, ചേമ്പലയിലെ മഴവെള്ളം പോലെ അതെല്ലാം നിഷ്ഫലമാണ്, ഉപയോഗശൂന്യമാണ്. ഇവിടെ തിഹാമ പർവ്വതത്തിന്റെ അളവോളം അമലുകളുമായി വന്ന കൗമേദ സഹാബത്തികളിൽ നിന്ന് സൗബാൻ തങ്ങളെ ചാടി വീണു നബി തങ്ങളുടെ മുന്നിൽ. എന്നിട്ട് ചോദിക്കുകയാണ്, സിഫുഹും ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അവരെ പറ്റി ഒന്ന് വിശദീകരിച്ചു തരുവോ? മേൽവിലാസം ഒന്ന് പറഞ്ഞു തരുവോ? അവരുടെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുവോ? എന്തിനാണ്? അല്ലാ നകൂന മിൻഹും, ഞങ്ങൾ അവരിൽ പെടാതിരിക്കണമല്ലോ, ഞങ്ങൾ ആ സ്വഭാവക്കാരാകാതിരിക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? സൗബാൻ തങ്ങളടക്കമുള്ള അനുവാചകരുടെ മുമ്പിൽ, ശ്രോതാക്കളുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ട് ചലിക്കുകയാ. സഹാബത്തെ, അമാ ഇന്നകും ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങളെ തന്നെയാണ് അവര് നിങ്ങളുടെ സഹോദരങ്ങളെ തന്നെയാണ്. നിങ്ങളെ രാത്രി എഴുന്നേക്കുന്നത് പോലെ അവരും രാത്രി എഴുന്നേക്കും. ഇത് കേൾക്കുമ്പോ ഞെട്ടലോടെ അല്ലാതെ നമുക്ക് കേൾക്കാൻ പറ്റുമോ? പാതിരാത്രികളിൽ എല്ലാവരും കൂർക്കം വലിച്ചിറങ്ങുമ്പോൾ അള്ളാഹുവിനു വേണ്ടി നമസ്കാര പായ വിരിക്കുന്ന ഉമ്മ, ഗാഢനിദ്രയിൽ രാത്രിയുടെ മൂന്നാം യാമത്തിലേക്ക് അവര് വഴുകി വീഴുന്ന സമയത്ത് അള്ളാന്റെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ട് ഒരു മാമരം കോച്ചുന്ന തണുപ്പത്ത് പോലും ഐസ് വെള്ളമെടുത്ത് ഒളിവെടുത്ത് പായ വിരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന ഉമ്മ, അള്ളാന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ എങ്ങനാണോ രാത്രി ഹയാത്താക്കിയത് അതുപോലെ ഈ പറയുന്ന ആളുകളും രാത്രി നിസ്കരിക്കും. മാത്രമാണോ, വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നിസ്കാരം പോലെ തന്നെ അവരുടേതും പല റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടിൽ കാണാം, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻദഹകുഹാ, പാതിരാത്രികളിൽ അള്ളാഹുവിനു വേണ്ടി സമയം ഉറക്കമുളച്ചിട്ട് അള്ളാഹുവിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന സഹോദരങ്ങളാണ്. പക്ഷേ അവർ അവരുടെ സ്വകാര്യ നിമിഷങ്ങളെത്തുമ്പോൾ അവരതിനെ ഒക്കെ നുള്ളിപ്പറിച്ച്
പിച്ച് ചീന്തിയിട്ട് അവരുടെ സ്വത്വബോധത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു സമൂഹമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒറ്റക്കിരിക്കുമ്പോ അള്ളാന്റെ മുന്നിൽ പൊട്ടിക്കരയാൻ നമുക്ക് കഴിയണം. ആളുകൾ ആയിരങ്ങൾ കൂടുമ്പോ സദസ്സിൽ നമ്മൾ കരയും. എന്തിന്? ആളുകൾ പറയും, ഓ ഉസ്താദും കരഞ്ഞു, സംഘാടകരും കരഞ്ഞു, കൂടെ വന്ന ഡ്രൈവറും കരഞ്ഞു, കേട്ടോണ്ടിരുന്ന എല്ലാരും കരഞ്ഞു. എന്തൊരു പ്രസംഗം! ഈ കരച്ചില് ഈ ഡ്രൈവർ ഇല്ലാത്തപ്പോ, ആളുകളില്ലാത്തപ്പോ, നിന്നെ കേൾക്കാമെന്നവരില്ലാത്തപ്പോ നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ പൊന്നുമോനെ നിന്നെ കരയിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തേ എന്റെ കരച്ചില് വെറും അപ്പുപന്താടി? അത് ധൂമധൂളിയാണ്. അത് പറയപ്പെടാൻ പറ്റാത്ത വസ്തുതയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് നമുക്ക് നന്നാകാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂല് ദുആ അല്ലാഹുവേ എന്റെ പരസ്യം പോലെ രഹസ്യ ജീവിതം നന്നാക്കി തരണേ അല്ലാ, പോരാതിനേക്കാൾ ഖൈറാക്കണേ അല്ലാ. സഹോദരങ്ങളെ, നമുക്ക് പരസ്യ ജീവിതം നമ്മൾ മാന്യതയുടെ പേരിൽ പലരും മുത്തഖീങ്ങളാകും. എന്നാൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോ അവിടെയാണ് മഹാനായ കോട്ടുപ്പ വിജയിച്ചത്. കോട്ടുപ്പ ചെറിയ പ്രായത്തിൽ കല്യാണം പോലും കഴിക്കാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മസ്താനോടൊപ്പം നാടുവിട്ട മനുഷ്യനാണ്. സിലോണിലെ, ശ്രീലങ്കയിലെ സിലോൺ മലയുടെ അടിഭാഗത്തുള്ള ജഫാൻ എന്ന് പറയുന്ന മഹത്തായ ഒരു വലിയ കിണറിനകത്താണ് കയറിയിരുന്നിട്ട് അദ്ദേഹം പരിശുദ്ധമായ ഈ സംസ്കരണത്തിന്റെ, ആത്മസംസ്കരണത്തിന്റെ, തസവ്വുഫിന്റെ ആ ഒരു വലിയ മർത്തബയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് റിയാള വീടുന്നത് അവിടെയാണ്. ചിന്തിക്കണം നമ്മൾ, എവിടെയാണ്? ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് സഹോദരങ്ങളെ, പാമ്പം പാലത്തിൽ നിന്ന് ഒരു ചെറിയ ദൂരദർശിനി വെച്ച് നോക്കിയാൽ അങ്ങ് സിലോണിന്റെ ഏതോ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാൻ പറ്റുമത്രേ. പക്ഷെ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇന്ന് ശ്രീലങ്കയുടെ ഭാഗമാണ് സിലോൺ. ആ സിലോണിലെ ജുഫാൻ എന്ന് പറയുന്ന ഒരു വലിയ കിണറിന്റെ ഭാഗത്തിരുന്ന് റിയാള വീടുമ്പോ കൊല്ലങ്ങളോളം ആരാണ് അദ്ദേഹത്തിനെ തിരിച്ചറിയുക? ആരാണ് അദ്ദേഹത്തിനെ മനസ്സിലാക്കുക? ഒറ്റക്കിരിക്കുമ്പോ നന്നാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ മഹാന്മാരായത്. ഈ ദുനിയാവ് നമ്മൾ മോശമെന്ന് പറയുമല്ലോ. ആര് പറഞ്ഞു മോശമെന്ന്? ദുനിയാവ് പോലെ നല്ലത് വേറെ എന്തെങ്കിലുമുണ്ടോ? ഉഖ്റവിയായ ആലിമീങ്ങളായ ദുനിയാവിലല്ലേ? സൂഫിയാക്കള് തസവ്വുഫിന്റെ മേഖലയിലെത്തിയത് ദുനിയാവിലല്ലേ? ഔലിയാക്കളായത് ഈ ദുനിയാവിൽ വെച്ചല്ലേ, സ്വർഗത്തിൽ വെച്ചല്ലോ. ഈ ദുനിയാവ് മോശമാണെങ്കിൽ അള്ളാഹു നമുക്ക് തരുവോ? പക്ഷെ വേണ്ട വിധം നമ്മൾ കൈകാര്യം ചെയ്യാത്തതിന്റെ കുഴപ്പമാണത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ നന്നാകാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇന്ന് നമ്മൾ ഓതിയ സൂറയാണിത്, സൂറത്തുൽ മുൽക്ക്. എന്താണ് അല്ലാഹ് പറയുന്നത്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലാഹു തആല ആർക്കാണ് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? ആർക്കാണ് പാപമോചനം കൊടുക്കുന്നതെന്നറിയോ? യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അല്ലാഹുവിനെ മറഞ്ഞിരുന്ന് സ്വകാര്യതയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക. അള്ളാഹു നമുക്ക് ആ വലിയ ഭാഗ്യം തരട്ടെ. ഒറ്റക്കിരിക്കുമ്പോ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് കുറെ തിന്മകളില്ലേ, ആരും അറിയാത്ത? എന്റെ വിഷയം അതാണ്, ഇതല്ല എന്റെ വിഷയം. ഞാനത് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് സുബൈർ ബിൻ അൽ അവ്വാം തങ്ങളുടെ വാക്കിൽ നിന്ന് ഞാൻ അല്പം തെറ്റി ഒന്നിങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്വകാര്യ തിന്മകൾ നമ്മുടെ ജീവിതത്തെ ത്രസിപ്പിക്കും പോലെ ഏറ്റവും നല്ല സുഖം ഏതെന്നറിയോ? ഏതാണ്? ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന തിന്മയേക്കാൾ നമുക്കൊരു സുഖം ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന നന്മയാണ്. ചെയ്യുന്ന തിന്മയേക്കാൾ ഏറ്റവും ഗുരുതരമായ ശിക്ഷ ഏതിനാണ്? നമ്മളിപ്പോ കള്ള് കുടിച്ചു, ഒരു ഉദാഹരണം പറയണം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കള്ളൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? ഇപ്പൊ മറ്റല്ല, അത് അടിച്ചു, ഏത് ഇഞ്ചക്ഷൻ അടിച്ചു, അതും മാറി. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വളരെ
മനോഹരമാണ്. ഇപ്പോഴത്തെ വലിയ 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 നിലയിലാണ്. കാരണം മദ്യപാനിയുടെ ദുർഗന്ധം വമിക്കുന്ന ആ നാറ്റം ഉണ്ടാവൂല, അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവൂല. കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോ സഹോദരിമാരൊക്കെ സൂക്ഷിക്കണം. നിങ്ങളൊക്കെ നിങ്ങളുടെ പെൺമക്കളെ അടിമുടി 1000 കണ്ണുകൾ കൊണ്ട് നിങ്ങൾ പരിശോധന നടത്തണം. നല്ല സ്കാനറായി നിങ്ങൾ മാറണം. നിങ്ങളുടെ മക്കളെ നന്നായിട്ട് നിങ്ങൾ നോക്കണം. ഇല്ലെങ്കിൽ കൈവിട്ട് പോകും. ഇനിയിപ്പോ എന്നിട്ട് പിന്നെ ഉസ്താദ് നൂലോതി തരാൻ പറഞ്ഞ പിന്നെ ഈ ചങ്ങലിട്ട് ഓതിയാ പോലെ നിൽക്കൂല. പിന്നെയല്ലേ ഒരു 3 രൂപയുടെ ചരടിൽ നിൽക്കുന്നത്. ചങ്ങലയിട്ട് ഓതിയാ പോലും പിന്നീട് നിൽക്കൂല. അതായിപ്പോയി. നാവിനടിയിൽ ഒട്ടിക്കുക, കണ്ണിൽ ഒരു തുള്ളി ഒഴിക്കുക, ഇങ്ങനെയൊക്കെയാണ് പലതും. അപ്പൊ ഈ പറയുന്ന രീതിയിലൊക്കെ കഞ്ചാവും അതിന് സമാനമായ മയക്കുമരുന്നിലേക്ക് എത്തപ്പെട്ടു പോയി. നമുക്കിപ്പോ ആരും കാണാതെ ഒരു ഗ്ലാസ് മദ്യം കുടിക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ കുടിക്കാൻ വേണ്ടി. നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കണം. ഈ ഒരു ഗ്ലാസ് കള്ള്, ആ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട്, കള്ളൊരു ഉദാഹരണം പറയാണ്. എപ്പോഴും എവിടെയും പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണല്ലോ. ഇപ്പോ നമുക്ക് വേറെ ഉദാഹരണങ്ങളൊക്കെ പറയാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അത് വേണ്ട, പുരുഷന്മാരെ തന്നെ നമ്മൾ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. ഒരു ഗ്ലാസ് കള്ള് കുടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ചെല്ലുമ്പോണ്ട് നമുക്ക് പരിചയമുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. നമുക്ക് വലിയ വിഷമമായി. ഇന്നത്തെ കാര്യം തീർന്നു, ഇന്ന് കുടിക്കാനും പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എന്താ? ഈ കള്ള് കുടിക്കുക എന്ന തിന്മയുടെ ശിക്ഷയേക്കാൾ കഠിനമാണ് അത് കുടിക്കാൻ കഴിയാത്തതിന്റെ പേരിലുള്ള ദുഃഖം. നിസ്സാരമാണോ? നമ്മൾ നോക്കുമ്പോ ആരും ഇല്ല നമ്മുടെ ചുറ്റും. കൂട്ടുകാരൻ ഒരു ഗ്ലാസ് ഒഴിച്ചിങ്ങോട്ട് തന്നു, അതങ്ങോട്ട് കുടിച്ചപ്പോ ഒരു മനുഷ്യൻ കണ്ടില്ല. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ചെയ്ത തെറ്റിനേക്കാൾ ഭീകരമാണ് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും അറിയാതെ നമ്മൾ എന്തിനാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരാൾ അമല് ചെയ്യുന്നതിന്റെ ഉദാഹരണം എന്തെന്നറിയോ? എന്താണ് അതിന്റെ ഉദാഹരണം? ഇവിടെ കല്ലൂരിലെ ഒരു വീട്ടിലൊരാൾ ഇരിക്കുമ്പോ, ഈ മഞ്ഞമലയിലെയോ കല്ലൂരിലെയോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ ഇരിക്കുമ്പോൾ അയാളുടെ മുന്നിലൂടെ ഒരു സഹോദരൻ ഒരു ബാഗ് നിറച്ച് എന്തോ സാധനങ്ങളുമായി പോകുന്നു. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോലും മാമൻ ചന്തയിലേക്കാ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കരുതുന്നത് എന്താണ്? ഇയാൾ മാമൻ ചന്തയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ പോകട്ടെ, മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച് കല്യാണക്കുറി അടിച്ച ഏതെങ്കിലും ഒരു ഉമ്മ, ഒരു വാപ്പ എവിടെ പോകുന്നു? ഞാൻ ജുവല്ലറിയിലൊന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് അവര് പോയി. പക്ഷേ കയ്യിലിരിക്കുന്നത് ഒരു ചെറിയ റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കുറച്ച് കല്യാണക്കുറി എടുത്തു, അല്ലെങ്കിൽ കുറച്ച് ചരൽക്കല്ലെടുത്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് പൊതിഞ്ഞ് കയ്യിൽ വെച്ചു. എന്നിട്ട് റബ്ബർ ബാൻഡും ഇട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരാൾ ചോദിച്ചു, എങ്ങോട്ടാ? അത് ഞാൻ പോത്തങ്കോട് ജുവല്ലറിയിൽ ഒന്ന് പോവാണ്, അല്ലെങ്കിൽ മംഗലപുരത്ത് ജുവല്ലറിയിൽ ഞാനൊന്ന് പോവാണെന്ന് പറഞ്ഞു. നമ്മൾ ന്യായമായിട്ടും പറയുന്നത് എന്തായിരിക്കും? അയാൾ പോകുമ്പോ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് കൈ നിറച്ച് കാശ്, ഇയാള് സ്വർണം മൊത്തം വാങ്ങാൻ പോവാൻ മോളെ കല്യാണത്തിന് അല്ലേ? പക്ഷെ കൈയിരിക്കുന്നത് കല്യാണക്കുറിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചുറ്റിവെച്ചതോ അല്ലെങ്കിൽ പോട്ടെ കുറെ ചരൽക്കല്ലോ ആണെന്നിരിക്കട്ടെ. അയാള് അവിടെ ചെന്നു സ്വർണം വാങ്ങിയാൽ, ഈ കല്യാണക്കുറി കൊടുത്താൽ സ്വർണം വാങ്ങുന്നതിന് പ്രതിഫലാവോ? ഈ ന്യൂസ് പേപ്പർ എടുത്ത് കൊടുത്താൽ പറ്റുമോ? ഈ കൊടുക്കുന്ന ഏതെങ്കിലും ചരൽക്കല്ലതിന് പകരമാവോ? ഇല്ല. ആകെയുള്ള നേട്ടം എന്താ? പറയും. വരുന്ന വഴിയിൽ കുറച്ച് ആളുകൾ പറഞ്ഞു, എന്ത്? ഇയാള് പോകുന്നത് കയ്യിൽ നിറച്ച് പണവുമായിട്ടാണ് എന്ന പറച്ചിലല്ലാതെ വേറൊന്നുമില്ല. ഇതാണ് ആളുകൾ കാണുമ്പോൾ നമ്മൾ അമല് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സമ്മാനം. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഒന്നും നമുക്കുണ്ടാകൂല. അതുകൊണ്ട് ആരെയും നമ്മൾ കാണിക്കണ്ട. നിങ്ങൾക്കറിയുമോ, റോമൻ സാമ്രാജ്യത്തോട് പടപൊരുതാൻ വേണ്ടിയിട്ട് മുസ്ലിം സൈന്യം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ചരിത്രം വിശാലമാണ്, പറയാൻ നമുക്ക് സമയമില്ല. ചരിത്രങ്ങൾ പറയലല്ലോ, പറയാനും പറയിപ്പിക്കാനും കേൾക്കാനും ആളുകളുണ്ട്. പക്ഷേ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. റോമൻ സാമ്രാജ്യവുമാകട്ടെ പടപൊരുതാൻ മുസ്ലിം സൈന്യം തയ്യാറായി നിൽക്കുമ്പോൾ, സഹോദരങ്ങളെ, റോമൻ സൈന്യത്തിൽ നിന്ന് കടന്നു വന്ന ഒരു ധിക്കാരിയായ
ഒരു ശത്രുവിനേക്ക് ഒരു മുസ്ലിമായ ഒരു പ്രിയപ്പെട്ട ഒരു സേനാനായകനെ ഓടിക്കയറുകയാ. എന്നിട്ട് അദ്ദേഹം ആ ശത്രുവിനെ വകവരുത്തുകയാണ്. വീണ്ടും അയാൾ ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ശത്രുക്കൾ വീണ്ടും എരച്ചു കയറുകയാ. ഈ മനുഷ്യൻ വീണ്ടും കടന്നു ചെന്നിട്ട് രണ്ടാമത്തെവനെയും കൊന്നുകളയുകയാണ്. മൂന്നാമത്തെ ആള് കൊടി പിടിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വിശ്വാസികളിലേക്ക് എരച്ചു കയറുകയാ. മൂന്നാമതും ഇദ്ദേഹം ഓടിച്ചെല്ലുന്നു. എന്നിട്ട് അയാളെ വകവരുത്തുന്നു. ആ മൂന്നുപേരെയും കൊന്നപ്പോൾ വിശ്വാസികളുടെ ഇടയിലാകെ ചർച്ചയായി, ഇതാരാണ്, ഈ വ്യക്തി ആരാണ്? ആർക്കും അറിയില്ല. കാരണം മുഖമൂടി ധരിച്ചിരിക്കുകയാണ്. ഒരു മുഖമൂടി ധരിച്ച ഒരാള് മൂന്ന് പേരെ ശത്രുക്കളിൽ നിന്ന് വകവരുത്തിയിട്ട് ഇതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോ ആരോ വിളിച്ചു പറഞ്ഞത് വേറെ ആരുമല്ല, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആണത്രേ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആണത്രേ. ആളുകളെ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആളുകളെ പറഞ്ഞു, എന്തിനാണ് അദ്ദേഹം മുഖം മൂടി വെച്ചിരിക്കുന്നത്, എന്തിനാണ് അദ്ദേഹം മുഖം മറച്ചിട്ട് ഇവിടെ രണാങ്കണത്തിലേക്ക് വന്നത്? അതിന് മറുപടിയായി പറഞ്ഞത് എന്തെന്നറിയോ, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടുമ്പോൾ, അള്ളാന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പടപൊരുതുമ്പോ ഞാനാണ് പടപൊരുതിയത്, ഞാനാണ് കൊന്നത് എന്ന് ആരും അറിയണ്ട. കാരണം എനിക്ക് എന്റെ റബ്ബിന്റെ അടുക്കലുള്ള പ്രതിഫലം മതി, എന്റെ നാഥനിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് മതി. ആളുകൾ എന്നെ ധീരനെന്ന് പറയണ്ട, ആളുകൾ എന്നെ ധീരനെന്ന് പറയണ്ട. ഈ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇമാം അഹ്മദ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, റഫഅല്ലാഹു ഇബ്നുൽ മുബാറക് ഇല്ലാ ബിഖബീഅത്തിൻ കാനത് ലാ. ഈ ഇബ്നു മുബാറക് ഉന്നതമായ ഉദാത്തമായ ശ്രേണിയിലേക്ക് എത്തപ്പെട്ടതിന്റെ കാരണമറിയോ? അത് വേറൊന്നുമല്ല, ഇല്ലാ ബിഖബീഅത്തിൻ കാനത് ലാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗോപ്യമായ അമലുകളാണ്, രഹസ്യമായ അമലുകളാണ്, സ്വകാര്യ നന്മകളാണ് അദ്ദേഹത്തിനെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്ന് മഹാനായ ഇമാമുനാ അഹ്മദ് റഹിമഹുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ജീവിതത്തിൽ ചെയ്തതെന്താ? അവരാരും അറിയരുതെന്ന് ആഗ്രഹിച്ചു പോയി. ഇന്ന് മരണ വീട്ടിൽ പോയാലും മയ്യിത്താകണം, കല്യാണ വീട്ടിൽ പോയാ പുതിയ ആപ്പിളയാകണം നമുക്ക്, അല്ലേ? അതാണ് നമ്മളെ കൊതി. കല്യാണ വീട്ടിൽ പോയാൽ പുതിയ ആപ്പിള അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആപ്പിളയാവണം. മരണ വീട്ടിൽ പോയാൽ മയ്യത്തിനെ ചെവി തൂക്കിയെടുത്ത് എഴുന്നേപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ കിടക്കും, നമ്മളാണല്ലെന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ നമ്മളെ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന, ആരാലും നമ്മൾ അമലുകൾ കാണട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? ഒന്നുമില്ല, കുറെ പറച്ചിലുകൾ മാത്രം. അതുകാണ് നമുക്കൊക്കെ ഇപ്പൊ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം നല്ല പ്രസംഗിക്കും, അദ്ദേഹം അല്ലെങ്കിൽ പ്രസംഗിക്കില്ല, അദ്ദേഹം നല്ല ഇബാദത്താണ്, അല്ലെങ്കിൽ ഇബാദത്ത് കുറഞ്ഞയാളാണ്. ഇങ്ങനെ 100,000 നല്ലതും മോശവുമായ വാർത്തകൾ കേൾക്കുമ്പോ നല്ലത് പറയുമ്പോ നമ്മൾ ചാടും, അല്ലാത്തത് പറയുമ്പോ വാടും. ഇതല്ലേ സംഭവിക്കുക? നല്ലത് പറയുമ്പോ നമുക്ക് നേട്ടം, മോശം പറയുമ്പോ നമുക്ക് കോട്ടം. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒരു മനുഷ്യന്റെ സ്വകാര്യ നന്മ. അള്ളാഹു നമുക്കത് സ്വായത്തമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1 മണിക്കൂർ പിന്നിടുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമുക്ക് എന്ത് ചെയ്യാം അതിനെപ്പറ്റി വെറുതെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എന്ത് നമുക്കിനി ചെയ്യാം? എന്താ ഈ സ്വകാര്യ നന്മകൾ? എല്ലാം കൂടി പറയാൻ ഞാൻ വലിയ ആലിമൊന്നുമല്ല. ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് എഴുതിയെടുത്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ എഴുതിക്കൊണ്ട് വന്നത്, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാം. എനിക്കറിയാത്തത് എത്രയോ നിങ്ങൾക്കറിയാം. എന്നെക്കാൾ എത്രയോ പ്രഭാഷകരാണ് എന്റെ പിന്നിലും ഒരുപക്ഷെ മുന്നിലും ഉള്ളത്. അള്ളാഹു നമ്മുടെയൊക്കെ ഇൽമിൽ അഭിവൃദ്ധി തരട്ടെ, ഇൽമിൽ തറക്കി തരട്ടെ. മരത്തിനകത്ത് കാ പിടിക്കുമ്പോ നമ്മൾ താഴോട്ടതിന്റെ ശിഖരങ്ങൾ വരും. എപ്പോഴും തലയെടുപ്പോടെ നെഞ്ചു വിരിച്ച് മുകളിലോട്ട് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ കായുണ്ടാവൂല. മാവില് മാങ്ങ പിടിച്ചാൽ ആ മാങ്ങയുടെ വലിപ്പവും ആ മാങ്ങയുടെ എണ്ണവും അനുസരിച്ച് അതിന്റെ ശിഖരം താഴേക്ക് വരും, അല്ലേ? ഇതൊന്നും ഇല്ലെങ്കിൽ ഒരൊറ്റ പോക്ക ഇങ്ങനെ, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ വിനയത്തിലേക്ക് അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സ്വകാര്യ നന്മകൾ, ഉറക്കം വരുന്നില്ലല്ലോ, വരുന്നില്ലേ? അള്ളാഹു നമുക്ക് സ്വകാര്യ നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിൽ ഒന്നാമത്തേത്,
ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഓരോന്നും മനസ്സിലാക്കിക്കോളി. ഇന്നത്തെ രാത്രി മുതൽ അമല് ചെയ്യാൻ, ഇന്നത്തെ രാത്രി മുതൽ നമുക്കിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്വകാര്യ നന്മകളെ സ്വായത്തമാക്കാൻ എന്ത് ചെയ്യാം? കേട്ടോളി. ഒന്ന്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു നന്മയുടെ ഒരു നന്മയുടെ കവാടങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ, നന്മയുടെ പ്രവേശന കമാനത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞാൽ, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നന്മയുടെ, പുണ്യത്തിന്റെ, അനുഗ്രഹങ്ങളുടെ കമാനമാണ്, കവാടമാണ്, പ്രവേശനമാണ്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അത് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് എൻട്രൻസ് ആണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതാണ്? അസ്സൗമു ജുന്നാ. നോമ്പെന്ന് പറയുന്നത് പരിചയാണ്, പ്രതിരോധത്തിന്റെ കവചമാണ് നോമ്പെന്ന് പറയുന്നത്. ഒരു നോമ്പുകാരനെ ഹറാമ് പറയൂലല്ലോ, ഒരു നോമ്പുകാരെ ഹറാമ് കാണൂലല്ലോ, ഒരു നോമ്പുകാരെ ഹറാമ് കേൾക്കൂലല്ലോ, ഒരു നോമ്പുകാരെ ഹറാമിനെ പറ്റി ആലോചിക്കില്ലല്ലോ. അവന്റെ മനസ്സിൽ ചിന്ത എന്താണ്? പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ പട്ടിണി കിടക്കുന്നത് എന്റെ അല്ലാഹ്ക്ക് വേണ്ടിയാ, അതുകൊണ്ട് ഞാനിതാ നിന്ന് പ്രതിരോധത്തിന്റെ ഒരു വലിയ പരിച പോലെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാലു ഭാഗത്ത് വാളോങ്ങുന്ന പൈശാചികതയുടെ, ഹയവാനിയത്തിന്റെ, അതുപോലെ ശൈത്താനിയത്തിന്റെ, അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ നഫ്സാനിയത്തിന്റെ, ഈ പറയപ്പെടുന്ന ശരീരേച്ഛയുടെ, ജഡികേച്ഛയുടെ, തോന്യാസത്തിന്റെ, താനോനുത്തരത്തിന്റെ, തെമ്മാടിത്തരത്തിന്റെ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അവനെ കാർന്നു തിന്നുന്ന നരകത്തിന്റെ എല്ലാ വഴികളിൽ നിന്ന് അവനെ കാത്തു സൂക്ഷിക്കാൻ ഒരു പരിച പോലെ റസൂൽ പരിചയപ്പെടുത്തിയത് നോമ്പാണ്. നീ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കെടുത്തിക്കളയാൻ സ്വതക്കയ്ക്ക് കഴിയും പെങ്ങളെ. ഏതുപോലെ എന്നറിയോ? ഒരു ഉദാഹരണം പറയട്ടെ. ഒരു കാടല്ലെങ്കിൽ ഒരു റബ്ബർ എസ്റ്റേറ്റ് തീ പിടിച്ചാൽ ആരെയാ നമ്മളെ വിളിക്കുക? പെട്ടെന്ന് നമ്മളെ കറക്കി കുട്ടി വിളിക്കുമല്ലോ. ഫയർ ആൻഡ് റെസ്ക്യൂയുടെ പ്രവർത്തകർ വന്നാൽ യൂണിഫോം ധരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ വെള്ളമൊഴിച്ചാണ് തീ കെടുത്തുന്നത്. അതേ, തീയെ കെടുത്താൻ ലോകത്ത് കഴിയുന്ന വെള്ളത്തിന് മാത്രമാ. അതുപോലെ തീയെ കെടുത്തുന്ന വെള്ളം പോലെ സദഖ നിന്റെ എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുമെന്നാണ്, കെടുത്തിക്കളയുമെന്നാണ്. അതും നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല. പക്ഷെ അവസാനം മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? ഒരു സ്വകാര്യ നന്മ ഞാൻ ഉണർത്തട്ടെ. ഇതും നിങ്ങളോടുള്ള ഗുണദോഷമല്ല, എന്നോട് വസിയത്ത് ചെയ്തിട്ട് നിങ്ങളോട് രണ്ടാമത് പറയുകയാണ്. ആരെ കാണാതെ പാതിരാത്രികളിൽ നിന്റെ നിസ്കാരമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇറാഖിന്റെ നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയ അവിടെ വരുന്ന ചെറുപ്പക്കാർക്ക് കള്ളൊഴിച്ചു കൊടുത്തിട്ട്, ആ കള്ള് കൊടിച്ചു കൊടുത്ത പാനപാത്രം, മദ്യത്തിന്റെ പാനപാത്രത്തിന്റെ, ചഷകത്തിന്റെ എല്ലാ നിലയില് ചെറുപ്പക്കാരന്റെ കൈവെള്ളയിലേക്ക് തിരികെ വെച്ചു കൊടുത്ത മുട്ടടി പാവാട കൊടുത്തൊരു പെണ്ണുണ്ടായിരുന്നു ഇറാഖില്. ആ ഇറാഖിലെ നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയ, കള്ളൊഴിച്ചു കൊടുത്ത് ചെറുപ്പക്കാരെ ഏതോ ഒരു ലോകത്തേക്ക് മാസ്മരികമായി കൊണ്ടെത്തിച്ച, നൃത്തം ചെയ്തിട്ട് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന പെണ്ണുണ്ടല്ലോ. ആ പെണ്ണ് ഒരു നിമിഷം ചിന്തിച്ചതെന്താണ്? എന്തിനാണ് ഞാൻ എന്റെ ശരീരത്തെ മറ്റുള്ളവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്? എനിക്ക് മാറിയേ പറ്റൂ. അങ്ങനെ മാറാൻ തീരുമാനിച്ചുകൊണ്ട് ആ പെണ്ണ് ജീവിതത്തിലും മാറ്റം ആഗ്രഹിച്ചു. അങ്ങനെ ആ പെണ്ണ് ഒരാളെ കാമിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി, പ്രേമിക്കാൻ തുടങ്ങി, പ്രണയിക്കാൻ തുടങ്ങി, ഹുബ്ബ് വെക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രേമബാധനത്തിനെ ഓർത്തുകൊണ്ട് വെള്ളം കുടിക്കാതെയായി, തിന്നാതെയായി, ഉറങ്ങാതെയായി, ഊണില്ല, ഉറക്കമില്ല. അങ്ങനെ പ്രേമബാധനത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് പാതിരാത്രികളെ ഉറക്കമൊടിക്കുകയാ. ഇന്നലെ വരെ ഇറാഖിലെ നിശാ ക്ലബ്ബുകളിൽ കള്ളൊഴിച്ചു കൊടുത്ത പെണ്ണിന്ന് കാമുകന് വേണ്ടിയിട്ട് പാതിരാത്രി പായമട
മടക്കി വെച്ചു. എന്നിട്ട് കാത്തിരിക്കുകയാണ് തന്റെ പ്രേമപാതനത്തിന് ഒന്ന് കാണാൻ. അവസാനം ആ പെണ്ണ് ഒരു നിരാശാ കാമുകിയെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ പാട്ടുപാടിയുണ്ട്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അത്ഭുതമാണ്, ഒരു കാമുകി എങ്ങനെയാണ് ഉറങ്ങുക, എങ്ങനെയാണ് ഒരു കാമുകിക്ക് ഉറങ്ങാൻ കഴിയുക? ഓ ഉറക്കം ഈ കാമുകന് നിഷിദ്ധമാണ്, ഉറക്കം കാമുകിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് പാട്ടുപാടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, രാത്രികളെ മാറ്റിവെച്ച് ഉറക്കമൊഴിച്ചു. തന്റെ പ്രേമവാദനത്തിനു വേണ്ടി കാത്തിരുന്ന പെണ്ണുണ്ടല്ലോ, ഏത് പെണ്ണാണ് ഇറാഖിലെ നിശാ ക്ലബുകളിലെ പാനപാത്രം പിടിച്ചു വരുന്ന ചെറുപ്പക്കാരന്റെ പാനപാത്രത്തിലും മദ്യമൊഴിച്ചു കൊടുത്ത് അവനെ പാട്ടുപാടിയിട്ട് ഏതോ ഒരു ലോകത്തേക്ക് പായിപ്പിച്ച മാസ്മരിക ശക്തിയുള്ള പെണ്ണ്. ആ പെണ്ണ് ഇന്ന് പാതിരാത്രിയുടെ നിശയുടെ നിശബ്ദതകളെ, രാത്രിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആ പെണ്ണ് മാറ്റിവെച്ച തന്റെ കാമുകന് വേണ്ടിയിട്ടാണ്. തന്റെ കാമുകനേതാണ്? സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവേശ്വരനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്. ഏതാണ് പെണ്ണെന്നല്ലേ? ആ പെണ്ണിന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞാൽ, സഹോദരങ്ങളെ, അബ്ദുർ റസാഖ് മസ്താന്റെ പാദസ്പർശനം കൊണ്ട്, കോട്ടുപ്പയുടെ പാദസ്പർശനം കൊണ്ട്, ഹസൻ ഉസ്താദിന്റെ പാദസ്പർശനം കൊണ്ട്, സഹോദരങ്ങളെ, മഹാരഥന്മാരായ ആരിഫീങ്ങളുടെ കാൽപാദം കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ആ പെണ്ണിന്റെ പേര് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടുകളിലെ തത്തിക്കളിക്കുന്നത് റളിയല്ലാഹു അൻഹയാ. ഏതാണ് ആ പെണ്ണെന്നല്ലേ? ബീവി റാബിയത്തുൽ അദബിയ, റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ. പാതിരാത്രികളെ മാറ്റിവെച്ചത് എന്തിനാണ്? അതാണ് സ്വകാര്യ നന്മകളിൽ ഒന്നാമതായി സ്വായത്തമാക്കേണ്ടത്. അതേത് നന്മയാണ്? സലാത്തുർ റജ്ലി മിൻ ജൗഫിൽ ലൈലി. ഒരു പായയിൽ കിടന്ന തന്റെ പ്രിയപ്പെട്ടവര്, തന്റെ പായയിൽ കിടന്ന, തന്റെ കട്ടിലിൽ കിടന്ന, തന്നോടൊപ്പം ചേർന്ന് കിടന്ന തന്റെ പ്രിയപ്പെട്ടവന് ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനെ നമസ്കരിക്കാൻ നിനക്ക് കഴിയോ? അതാണ് പെങ്ങളെ ഒന്നാമത്തേത്. പാതിരാത്രിയുടെ നിശബ്ദതകളിലെ പാതിരാ നമസ്കാരം നിർവഹിക്കുവോ എന്ന് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ ശൈഖുനാ കെ.പി. ഹസ്രത്ത് ഉസ്താദ് അവர்கள் ഉദ്ഘാടനം ചെയ്ത ആ തൈക്കാവല്ലേ നേരിട്ട് ബഹുമാനപ്പെട്ട കല്ലൂർ മുസ്ലിം ജമാഅത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ സ്വകാര്യമായ തൈക്കാവുകളാണെങ്കിൽ ആദ്യമായി ഒരു തൈക്കാവില്, ആദ്യമായി പള്ളിയല്ലാത്ത സമാന്തരമായ ഒരു പള്ളി ഒരു നാട്ടിലെ നിസ്കാരത്തിന് വേണ്ടി സുജൂദ് ചെയ്തെങ്കിൽ അത് ഈ മണ്ണിലാണെങ്കിൽ, ഇവിടെ നിന്ന് ഞാൻ പറയുകയാ, ഇവിടെ വന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആളുകൾ കാണാറുണ്ട്. നിങ്ങളുടെ സങ്കീർണ ഘട്ടങ്ങളിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആരും കാണാതെ കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളറകളിൽ നീ കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഗാഢനിദ്രയിലാകുന്ന സമയത്ത് എഴുന്നേക്കുമോനെ, ഒന്നുവെടുക്കുമോനെ, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നീ 2 റക്അത്തൊന്ന് സുജൂദ് ചെയ്യ്. എന്നാ നിനക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? നിന്റെ നിർണായക ഘട്ടങ്ങളിൽ നിന്റെ റബ്ബിനോട് എടുത്തു പറയാൻ നിനക്കൊരു തുറുപ്പ് ചീട്ടായി. അല്ലാഹു തൗഫീഖ് തരട്ടെ.